ബി.ജെ.പിയും കോൺഗ്രസും വളരെ ശക്തമായി ജനങ്ങളെ രണ്ട് ഭാഗത്തേക്ക് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും 3 അസംബ്ലി സീറ്റുകൾ രാജസ്ഥാനിൽ ചെങ്കോടി പ്രസ്ഥാനത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് CPIM-ന്. അപ്പോൾ സ്വയം വിമർശനപരമായി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വരുത്തേണ്ട തിരുത്തലുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആദ്യത്തെ ചോദ്യം തന്നെ വല്ലാത്ത കുഴക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കാത്ത വിഷയമല്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്നുള്ള നിലയിൽ പറയാവുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ വിശദമായി ഇതുപോലൊരു പത്രസമ്മേളനത്തിൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇത് മറുപടി നൊഴിയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. എനിക്കതിന് തോന്നുന്ന ഒരു മറുപടി, CPIM യഥാർത്ഥത്തിൽ ആരുടെയെല്ലാം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിട്ടുവീഴ്ചയില്ലാതെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന വസ്തുത അത്തരം വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്ന വിധത്തിൽ അവരോട് വിശദീകരിച്ചു കൊടുക്കാൻ ഞാൻ പരാജയപ്പെടുന്നതുകൊണ്ടാണ് എന്നേ പറയുന്നത്. ഞാനെന്ന് പറയുമ്പം ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് CPIM നിലകൊള്ളുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള കൊടിയ യാതന അനുഭവിക്കുന്ന ദരിദ്രം, അവർക്ക് വേണ്ടിയാണ് CPIM നിലകൊള്ളുന്നത്. രേഖകളിലല്ലാതെ വ്യക്തമാണ്, സമീപനങ്ങൾ വ്യക്തമാണ്. CPIM ഓരോ പ്രശ്നത്തിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇവരെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ടവർ അവരെന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റം പറയാനല്ല ഞാൻ തയ്യാറാവുക. അവർക്കിത് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അവരോടിത് പറയാൻ എനിക്ക് കഴിയുന്നില്ല, പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല, അവർക്കിടയിൽ പ്രവർത്തിക്കാൻ ബാധ്യപ്പെട്ടവർക്ക് കഴിയുന്നില്ല. മറുപടിയുടെ ആകത്തുകയാണ്. അതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനുള്ള കാരണങ്ങളിലേക്ക് പോകുമ്പോൾ, ഒന്ന്, ജാതീയമായ ചേരിതിരിവുകളിൽപ്പെട്ട് അത്തരം അണിനിരത്തലുകളിൽ ജനങ്ങൾ വലിയ വിഭാഗം കുടുങ്ങിപ്പോകുന്നു. വർഗീയതയുടെ അണിനിരത്തലുകൾ, അതിൽ കുടുങ്ങിപ്പോകുന്നു. വർഗീയതയുടെ അണിനിരത്തലുകൾ ജനങ്ങൾ കുടുങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ വർഗീയമായി പരസ്പരം ആക്രമിച്ചിട്ടോ പരസ്പരം വകവരുത്തിയിട്ടോ നിങ്ങളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. അപരനല്ല നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന അപരനല്ല, ഈ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയാണ്. പക്ഷെ പലരും അങ്ങനല്ല കരുതുന്നത്. ശോഷക വ്യവസ്ഥ എപ്പോഴും ചില അപരത്വത്തെ നിർമ്മിക്കും. ജാതീയതയുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നം ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. അതിനെ അഭിസംബോധന ചെയ്യാൻ കഴിയണം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, ജനകീയ പ്രസ്ഥാനത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതിന് വേണ്ട പോലെ ഇപ്പോഴും അഭിസംബോധന ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. ഈ പരിമിതിയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടും ജമ്മു കാശ്മീരിൽ തരിഗാമിക്ക് ജയിക്കാൻ കഴിഞ്ഞു, ബഹുജന പിന്തുണ എടുക്കാൻ കഴിഞ്ഞു. അപ്പൊ അവരുടെ തരിഗാമിക്ക് അനുകൂലമായി പ്രവർത്തിച്ചത് എന്താണ്? അത് കൂടുതൽ പഠിച്ചിട്ട് മറ്റ് സ്ഥലങ്ങളിലും അത്തരം പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിയണം. വലിയ എതിർപ്പ് ബി.ജെ.പിയും കോൺഗ്രസും വളരെ ശക്തമായി ജനങ്ങളെ രണ്ട് ഭാഗത്തേക്ക് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും 3 അസംബ്ലി സീറ്റുകൾ രാജസ്ഥാനിൽ ചെങ്കോടി പ്രസ്ഥാനത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് CPIM-ന്. അവിടെല്ലാം ദരിദ്ര കൃഷിക്കാരുടെയും ഇടത്തരം കൃഷിക്കാരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരുപാട് ഉശിരൻ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതാണ് ആ വിജയത്തിന്റെ പിന്നിലുള്ള കാരണമെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതുപോലുള്ള സമരങ്ങൾ മറ്റു സ്ഥലത്ത് സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ സ്വയം വിമർശനപരമായി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വരുത്തേണ്ട തിരുത്തലുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലെ ഗവൺമെന്റ് ജീവനക്കാരും ഇടത്തരക്കാരും ഒക്കെ അടങ്ങുന്നത് മാത്രമല്ല, ജുബി ജോപ്രികളിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്കിടയിൽ അടക്കം ഞങ്ങൾ വ്യത്യസ്തരാണ് എന്നുള്ള മട്ടിൽ കുറച്ചൊക്കെ ഇടതുപക്ഷ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ കഴിഞ്ഞു. ഇനിയും നീണ്ടുപോകാവുന്നതാണ്. ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പാർട്ടി ചോദിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ സ്വയംവിമർശനപരമായിട്ട് തന്നെ ഞങ്ങൾ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തേണ്ട വിഷയങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്. കേരളത്തിൽ ഇക്കാര്യത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ വിഭാഗം ജനങ്ങളുമായി വളരെ ദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന വർഗ ബഹുജന സംഘടനകൾക്കും കഴിഞ്ഞതുകൊണ്ടാണ്
ഇവിടെ ഒരു തുടർഭരണമുണ്ടായി സമീപകാല കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം തന്നെ തിരുത്തി എഴുതിയത്. ആ തുടർഭരണത്തിനൊരു തുടർച്ചയുണ്ടാക്കാൻ കഴിയും എന്ന ചർച്ച സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കഴിയുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അതിനുള്ള സാധ്യത രൂപപ്പെട്ടിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതൊന്നുമില്ല, 10 വർഷം ഇവർ ഭരിച്ചല്ലോ, ഇനി നമുക്ക് അവസരം കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിച്ച് അതിന്റെ പേരിൽ ആ മോഹം വെച്ചുകൊണ്ട് പരസ്പരം അടിപിടി കൂടുന്ന രാഷ്ട്രീയ വിഭാഗങ്ങളും കേരളത്തിലുണ്ട്. ഇതെല്ലാം കേരളത്തിലുണ്ട്. പക്ഷെ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശക്തി അത് സുവിദിതമാണ്, ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അത് ഈ തുടർഭരണത്തിലൂടെ പ്രതിഫലിക്കപ്പെട്ടതാണ്. അത് തുടരുന്നുണ്ടോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യാൻ ആദ്യ ഒരു അവസരം നമുക്ക് വരുന്നുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാൻ അവസരം കിട്ടും. അപ്പോൾ നമുക്ക് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ.